ടൈഗർ കോളിംഗ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും ശ്രദ്ധിക്കുക. മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമാണെന്ന് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പരാതി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൂരക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാത്രി 11:30 യുവാക്കൾ ഒന്നിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചായി ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്രോളിംഗ് ശക്തമാക്കുക. ഫീൽഡിലുള്ള പോലീസുകാർ സംശയാസ്പദമായി ആരെങ്കിലും കണ്ടാൽ ഡീറ്റെയിൽ ചെയ്യുക. ഓവർ. അമ്മയുടെ അസുഖം പൂർണ്ണമായും ഭേദമായിട്ടുണ്ട്. ഡോക്ടറോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ കടമ ചെയ്തു. ഇനി പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കില്ല. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ആളാണ് ഗീതേച്ചി. ഇല്ല ഡോക്ടറെ, ഞാനിനി വിഷമിക്കില്ല. ഗുഡ്. ഈ ചിന്തയാണ് എപ്പോഴും വേണ്ടത്. നാളെ എനിക്ക് പോകാൻ പറ്റുമായിരിക്കും അല്ലേ ഡോക്ടറെ? തീർച്ചയായും. നാളെ കൊണ്ടുപോകാൻ അവർ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആൾ നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആളെ മാക്സിമം ഒറ്റയ്ക്ക് വിടാതെ നോക്കുക. കാരണം പഴയ ഓർമ്മയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക പറയാൻ പറ്റില്ല. ആ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇന്ന് 3 മണിക്ക് മുമ്പായി ജയിൽ റിപ്പോർട്ട് കൊടുക്കണം. ഞങ്ങൾ ചെല്ലട്ടെ. ഓക്കെ. ബാ. അതെ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ഹോസ്പിറ്റലിലെ കാര്യം ഒന്ന് ആലോചിക്കാം. എന്തേ? ഇന്നൊരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നത്. എന്നിട്ട് അവർക്ക് എങ്ങനെയുണ്ട്? അസുഖമൊക്കെ മാറി. ആ പേഷ്യന്റ് ഒക്കെ നോർമലാണ്. പക്ഷെ അവർ പോകുന്നത് വീട്ടിലേക്കല്ല പോകുന്നത്, പിന്നെങ്ങോട്ടാ? ജയിലിലേക്കാണ്. അത് അവരെ മോനെ കൊന്നതിന്റെ ശിക്ഷയാണ്. അവരങ്ങനെ ജയിലിലേക്കാ പോകുന്നത്, അസുഖം മാറിയിട്ട്. അയ്യോ അയ്യോ. മോഹനേട്ടൻ ഇപ്പോഴും എങ്ങനെയുണ്ട് ഗീതേച്ചി? ഒരു മാറ്റമില്ല. ചികിത്സക്കും മരുന്നിനുമായി നല്ലൊരു എമൗണ്ട് മാസത്തിൽ വേണം. ജോലി ചെയ്ത് കിട്ടിയ കാശ് മുഴുവനും തീർന്നു. പലരും സഹായിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. മോഹനേട്ടൻ പഴയതിനേക്കാളും ഉഷാറാവും ഗീതേച്ചി. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിന്ന്. നമുക്ക് പോവാം. ആ, ഇതാ മരുന്ന് കഴിക്ക്. ഇനി എത്ര നാൾ കഴിക്കേണ്ടി വരും? അസുഖം മാറാനല്ലേ. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. മരുന്നിന് മാത്രമായിട്ട് 1 മാസം വലിയ സംഖ്യ വരുന്നുണ്ടാവും. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ടിപ്പോ. മോൻ എന്തിയേ? ഓ, അവൻ കാലത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയെന്ന് ആർക്കറിയാം. അവന്റെ ഈ അടുത്തായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല. ഏയ്, നമ്മളെ മോനത്ര കുഴപ്പക്കാരൊന്നുമല്ല. അത് നിന്റെ തോന്നലാണ്. ആ, അടുക്കളയിൽ പണിയൊന്നും കഴിഞ്ഞില്ല. ഞാൻ താഴേക്ക് പോട്ടെ. ഹായ് ഡാർലിംഗ്, നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, ചെറിയൊരു പരിപാടി ഉണ്ട് മോളെ. മനസ്സിലായി മോനെ. ഇളം കുരുന്ന്. ഓ, ഒന്നും പറയണ്ട. ആരാ? എത്ര വയസ്സായി? ചെറിയ പ്രായം. ഓ, നിന്റെ കയ്യിലുണ്ടോ? തന്നെ.
ഗീതേച്ചി നമുക്ക് അമ്പലത്തിൽ പോവണ്ടേ? ആ പോണം. എങ്കിൽ വേറെ റെഡിയാവ്. ആ എന്നാ ഗീതേച്ചി, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാ. നന്നായിട്ടൊന്നുമില്ല, കഴിച്ചു നോക്ക്. അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് അല്ലേ? അങ്ങനെ പൊക്കി പറയൊന്നും വേണ്ട കേട്ടോ. അല്ലാന്നേ പൊക്കി പറയുന്നല്ല, സത്യം പറഞ്ഞതാ. ആ ശരി ശരി, വേഗം റെഡിയാവ്, നമുക്ക് പോവാം. ഞാനൊന്ന് വേഗം റെഡി ആവട്ടെ. ആ എന്നാലും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലേ ആകെ പ്രശ്നമായേനെ. നമ്മളൊന്ന് സൂക്ഷിക്കണം. സാധനം വൈക്കൽ കൊണ്ടുവന്ന റിസ്ക് ആണ്. പിന്നെന്ത് ചെയ്യാനാണ്? സാധനം എത്തിച്ചു കൊടുത്താൽ നിസാര കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സാധനം മറച്ചു വിറ്റാലോ? മറിച്ചു വെക്കാനോ? അതിനെ ക്യാഷ് എവിടെയാണ്? ആദ്യം സാധനം കിട്ടാനുള്ള വഴി നോക്ക്. നമ്മൾ നേരിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. അത് നമുക്ക് നോക്കാന്നേ. അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ വെച്ച് തലച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടും. പിശുക്കൻ വെച്ച് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അയാളെ പറ്റി. അവിടെ ഇരിപ്പുണ്ട്. എല്ലാം നിക്കി രണ്ടാളും എങ്ങോട്ടാ പോയത്? ഒന്നും പറയണ്ട ഏട്ടാ, കൂട്ടുകാരിയുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരിക. എന്തിനു കൊള്ളായിരുന്നു? ഭക്ഷണം ഒന്നിനും കൊള്ളില്ല. അതൊക്കെ അത് പോട്ടെന്നേക്കാം. ആ ചെറുക്കനെ വല്ല ഒരു മേനയ്ക്കും കൊള്ളൂല. എന്തിനു കൊള്ളാം? ഒരു മരക്കോന്തെ. കല്യാണത്തിന് പോയോ പോരാ കുറ്റവും പറയുന്ന. ഇനിയെങ്കിലും ഈ കുറ്റം പറിച്ചത് നിർത്തിക്കൂടെ? ചേട്ടൻ വല്ല വർത്താനൊന്നും പറയണ്ട. ഒരു പണിക്ക് പോകാതെ വല്ലവന്റെ കുറ്റവും പറഞ്ഞിട്ട് നടക്കുന്നു. ഇയാൾക്ക് എന്തിനാണ് സംസാരിക്കുന്നേ? വാടി നമുക്ക് പോവാം. രണ്ട് പുണ്യാളത്തെ മാറി നാട്ടുകാരെ കുറ്റം പറഞ്ഞ് നടക്കല രണ്ടിന്റെ പണി. ഗീതേച്ചി, നമുക്ക് നാളെ വൈകിട്ട് അമ്പലത്തിൽ പോയാലോ? നടക്കില്ല. മോഹനേട്ടൻ തനിച്ചാക്കിയിട്ട് രാത്രി എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നാ നമുക്ക് രാവിലെ പോയി തൊഴുതിട്ട് വരാം. അപ്പൊ വൈകിട്ട് നിനക്ക് പോകാൻ പാടില്ലേ? അത് ശരിയാവില്ല, ഗീതേച്ചി ഇല്ലാതെ ഞാൻ പോവില്ല. അതെന്താ? നമ്മുടെ ഗ്രേസി അല്ലേ വരുന്നത്? ആ ഗ്രേസിയോ? എന്തുണ്ട് വിശേഷം? എന്ത് പറ്റി? അതെന്താ? ഗ്രേസി കാര്യം എന്താന്ന് വെച്ചാ പറയൂ, എന്നാലല്ലേ അറിയാൻ പറ്റൂ. ഈശ്വരാ, ഗീത ഗീത എന്താട്ടാ? ദാ വരുന്നോ? എവിടെ പോന്നു? ഞാൻ ആ ബേബിയോട് കുറച്ച് കാശിന് പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ട് വരാം. ഒത്തിരി കാശ് മേടിച്ചതിലെ ചേട്ടാ, അതിന്റെ പലിശ കൊടുക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യാ? ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ നടന്നാ മതിയോ? പിന്നെ എന്ത് ചെയ്യാനാ ഭാസ്കരൻ ചേട്ടാ? നമുക്കൊന്ന് കൂടണ്ടേ? അവന്റെ ഒരു കൂടര് മര്യാദക്ക് സംസാരിച്ചിട്ടില്ല. ചെരുപ്പൂരിയായിരിക്കും ഞാൻ. അവന്റെ ഒരു കൂടര്. കുടിച്ചതെല്ലാം ഇറങ്ങിപ്പോയല്ലോ. ഇനി കുടിക്കാൻ പൈസയില്ല. ആ പെണ്ണിന്റെ വായിന്നൊരു ചീത്ത കേട്ടപ്പോ എന്തൊരാശ്വാസം. ഹലോ
മോനെ 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 എന്റെ മോനെ എന്റെ മോനെ ഇത് ഒരമ്മയുടെ സ്വന്തം കൈകളാൽ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ഇതുവരെ കൊലപാതക കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയുമായി പോലീസ് ഇപ്പോൾ വരുന്നതായിരിക്കും. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്തൊരു കഷ്ടല്ലേ. നമ്മുടെ ഗീത ചേച്ചിക്ക് ഈ ഗതി വന്നല്ലോ. എന്നാലും സ്വന്തം മകനെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു? കാലം പോയൊരു പോക്കേ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് കഴിയോ? സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പ്രതിയുടെ മാനസികത തെറ്റിയതുകൊണ്ട് അത് പരിഗണിച്ച് പ്രതിയെ സൈക്യാട്രിസ്റ്റിൻ്റെ ചികിത്സയ്ക്ക് വിധേയമാക്കുവാൻ ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു. നറുപുഞ്ചിരി തൂകി നീ ഉണരുമ്പോൾ അതുമാത്രം മതിയെനിക്കോമനിക്കാൻ. നറുപുഞ്ചിരി തൂകി നീ ഉണരുമ്പോൾ അതുമാത്രം മതിയെനിക്കോമനിക്കാൻ. പിച്ച വെച്ചന്നു നീ വളർന്നൊരേ മുറ്റത്ത്, പിച്ച വെച്ചന്നു നീ വളർന്നൊരേ മുറ്റത്ത് കരിയിലകൾ പോലും തേങ്ങുകയാ, കരിയിലകൾ പോലും തേങ്ങുകയാ. നിൻ ബാല്യ കൗമാര യൗവന സൗഭഗം ഇരുട്ടിൻ മറ തേടിപ്പോയതെന്തേ? നിൻ ബാല്യ കൗമാര യൗവന സൗഭഗം ഇരുട്ടിൻ മറ തേടിപ്പോയതെന്തേ? ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത നിശബ്ദരാവുകൾ പകലായി കൊഴിഞ്ഞു വീണു. ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത നിശബ്ദരാവുകൾ പകലായി കൊഴിഞ്ഞു വീണു. തപ്തമാ മരുഭൂവിൽ നിമിഷതലങ്ങളിൽ, തപ്തമാ മരുഭൂവിൽ നിമിഷതലങ്ങളിൽ മൂകയായി തമസിൻ്റെ തടവറയിൽ ഹൃദയം തപിക്കുമ്പോഴുരുകിടും വേദന കനലായി കരളിൻ്റെ കരിന്തിരിയായി, കനലായി കരളിൻ്റെ കരിന്തിരിയായി.
ആൾ കുറച്ചൊന്നും മയങ്ങട്ടെ. അല്ല, വേറെ കരയാനൊന്നും വേണ്ട, കരയാനൊന്നും ഇവിടെ എത്തിപ്പെട്ടല്ലോ. ഇനി ഒന്നും പഠിക്കണം, നമ്മൾ നോക്കിക്കോളും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വീട്ടിലേക്ക് ഓടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ താമസിക്കേണ്ട ഒരു അറേഞ്ച്മെന്റ് ചെയ്തു തരാം. ഞങ്ങൾക്ക് നാളെ രാവിലെ തീരുമാനിക്കാം. എന്താണ് ഡോക്ടർ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഇത് ഡോക്ടർ ഷേർലി, എൻ്റെ സീനിയർ ആയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, ഒരു ലേഡിയാണ്. അപ്പോൾ ഡ്രഗ്സിന് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ആണ്. അപ്പോൾ വീട്ടിലറിയില്ലായിരുന്നു സംഭവം, വീട്ടിലറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് വേറെ തന്നെ പെരുമാറ്റവും അക്രമാസക്തമായിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സെഡാഷൻ കൊടുത്തിട്ട് മയക്കത്തിലാണ്. ആളെക്കുറിച്ച് അറിഞ്ഞാൽ ഹരിക്ക് കുറച്ച് ഉപകാരപ്പെടും ഈ കേസ്. പെൺകുട്ടിയോട് ഇപ്പോൾ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ അവസ്ഥയല്ല. പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ ഇവിടെയുണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. താങ്കളുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട്, നന്നാവുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഇന്ന് കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അത് നമുക്ക് എങ്ങനെയും പുറത്തു കൊണ്ടുവരണം. അതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവും. അതുപോലെ തന്നെ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളവരെ ചികിത്സിച്ചിട്ട് പുതിയൊരാളായി മാറ്റുവാൻ നിങ്ങൾ സഹായിക്കണം. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. മേഡം, നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് റെഡിയായിട്ടുണ്ട് സാർ. നോക്കട്ടെ. ഇതാ. ഗുഡ്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഷുവർ സാർ. മയക്കുമരുന്നിനെതിരെ പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണിത്. ദിവസവും കോടതികളിൽ വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലായി ഉപയോഗിക്കുന്നത് സ്കൂൾ കോളേജ് കുട്ടികളിലാണ്. പെൺകുട്ടികളിലും ഇത് കൂടുതലായി കണ്ടുവരുന്നു. മാത്രമല്ല, മയക്കുമരുന്ന് സ്കൂൾ കുട്ടികൾക്ക് സുലഭമായി ലഭിക്കുന്നുമുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നടത്തണം. കഞ്ചാവും മയക്കുമരുന്നും എത്തിച്ചു നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. തീർച്ചയായും ഇതിനുവേണ്ടി കോടതിയുടെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. 6 മാസത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തും സർ. കേരളത്തിലെ എല്ലാ പോലീസും ഇതിനായി സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ള എഫിഷ്യൻ്റായ പോലീസുകാരാണ് ഈ നാടിന് ആവശ്യം. മെമ്പറെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഓരോരോ തിരക്കുകള് ഈ വാർഡിൽ എല്ലാവർക്കും ഞാൻ തന്നെ എത്തണ്ടേ? അതെ മെമ്പറെ, വീട്ടിലെ കക്കൂസ് ഇടിഞ്ഞു വീഴാറായി. എത്ര നാളായി പറയുന്നു മെമ്പറോട്. ശ്രമിക്കായിട്ടല്ലേ സർലേച്ചി, ഫണ്ടൊന്നും പാസ്സായിട്ടില്ല, അതുകൊണ്ടല്ലേ. ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്താവ്. അങ്ങനെയൊന്നും പറ്റില്ല സർലേച്ചി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. തിരക്കില്ലാതെ നാളെ പഞ്ചായത്തുള്ള ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ കുടുംബശ്രീ ടീമിനെ കൂട്ടിയിട്ട് നാളെ ഇങ്ങോട്ട് പോവാ. അവിടെ ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ് കേട്ടാ. കനകേച്ചി, എന്ത് പറ്റി കനകേച്ചി? എന്തിനാ കരയുന്നേ? കരയുന്നല്ല മെമ്പറെ, സവാള എരിഞ്ഞതാ. അതാണോ? പിന്നെ ഞാൻ വന്നൊരു കാര്യം പറയണ. മെമ്പർ ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്ന് കോയിന് കൊടുത്തിട്ട് എനിക്ക് തന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ചേച്ചി കാർഡിൽ തന്നത്, ഇത് എല്ലാവർക്കും കൊടുക്കണ്ടേ ചേച്ചി? എന്നാലും 2 കോയിനെ തരായിരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കുന്നേ. പിന്നെ ഞാൻ വന്നത് നാളെ 3 മണിക്ക് പഞ്ചായത്തുകളിൽ ഒരു ലഹരി ക്ലാസ് ഉണ്ട്, ചേച്ചി വരണം. പിന്നെ മകനോടൊന്നും പറയണം. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്, എനിക്ക് സീരിയൽ കാണണം. അത് ശരി, പഞ്ചായത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് എല്ലാവർക്കും പോകണം, പക്ഷെ പഞ്ചായത്ത് പരിപാടി വെച്ചാൽ നിങ്ങൾക്ക് ആരും പങ്കെടുക്കാനില്ല അല്ലേ? എൻ്റെ മെമ്പറെ, എൻ്റെ മോനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളെ നാട്ടിൽ പല പിള്ളേരും കള്ളും കുടിച്ച് നടക്കുക, അവരെല്ലാം ഒന്ന് കൊണ്ടുപോയി നന്നാക്ക്. എന്നാൽ ഇങ്ങക്കും കൂടി ഒന്ന് വന്നൂടെ? നോക്കാം. ഇപ്പൊ മെമ്പർ ചെല്ലേ, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ശരാ, ഒരാൾ പരിപാടിക്ക് പോയില്ലല്ലോ. ഇനി കാണാം,
ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വരുമല്ലോ ആടെ കോഴി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. മേഡം, പെൺകുട്ടികളും കൂടുതലായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ മയക്കുമരുന്നുകൾ എത്തിക്കാൻ ഏജന്റ് ധാരാളം. അതെ, അതുകൊണ്ട് തന്നെ നമ്മളെ പെട്രോളിംഗ് കുറച്ച് ശക്തമാക്കണം. നമുക്കെന്താണ് സർ ചെയ്യാൻ പറ്റുക? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൂടുതൽ പെട്രോളിംഗ് ശക്തമാണ്. അതെ സർ, ഞങ്ങളും റെഡിയാണ്. ജസ്റ്റിസ് എബ്രഹാം തോമസ് ഇതിനെതിരെ നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ശക്തമായി തന്നെ പ്രവർത്തിക്കാം സാർ. എന്നാലും എന്റെ ബിന്ദു, നാട്ടുകാര് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഇപ്പോഴല്ലേ സത്യം അറിയണേ. എന്നാലും എന്റെ ചേച്ചി, എന്റെ മോൾ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്റെ ബിന്ദു, മക്കളെയൊക്കെ ഒന്ന് നോക്കി വളർത്തണ്ടേ? അതെങ്ങനെയാ? നീ ആ മതിച്ചേട്ടന്റെ കൂടെ ഇറങ്ങി വന്നാളല്ലേ, ആരും കാണാതെ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്നെ സൂചിയാണ് ഈ നാട്ടുകാരല്ലേ പിടിച്ചു കടിച്ചത്. നാട്ടുകാര് വെറുതെ പറയുന്ന. ഹലോ, അതേയും ചക്കരയും പോലെ ഇരുന്നവരാ ഇപ്പൊ രണ്ടും രണ്ടായി. എന്താണ് ചേട്ടാ കാര്യം? ആ ബിന്ദുവിന്റെ മോളെ ഒരു ഭായിയുടെ കൂടെ ഒളിച്ചോടി. ലതയും ബിന്ദു ഇതും പറഞ്ഞ് തല്ലിപ്പിരിഞ്ഞു. ഇത് കേട്ടപ്പോ മനസ്സിനൊരു സന്തോഷം. ഇല്ലാതൊന്നും വെറുതെ പറയില്ല ചേട്ടാ. ഇതാ ബന്ധത്തിലുണ്ട്, നോക്ക്. സംഭവം ഉണ്ടല്ലേ. ചേട്ടനും സൂക്ഷിച്ചോ. ചേട്ടനും മോളും ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ബൈക്കിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോളാ? ആന്ന്. എങ്കിൽ ഞാനവളെ ഇന്ന് കൊല്ലും. ചാനലിൽ ഭയങ്കര പ്രഷറാണെന്നേ. എന്ത് പറ്റിയടാ? പുതിയ എക്സ്ക്ലൂസീവ് ഒന്നും വരുന്നില്ലെന്നാ MTയുടെ പരാതി. ഈ കാലത്താ ദിവസം എന്തെല്ലാം ന്യൂസ് വരുന്നു. പീഡനം, ലഹരി ഉപയോഗം, കൊലപാതകം, എന്തെല്ലാം ന്യൂസ് ഉണ്ട്. നമ്മുടെ കഷ്ടപ്പാടെന്ന് അവർക്ക് അറിയണ്ടല്ലോ. അവർക്ക് AC റൂമിൽ ഇരുന്ന് ആജ്ഞാപിച്ചാ പോരെ. അതല്ല അവരുടെ കാര്യം. ഞാൻ എന്തായാലും ഒരു ന്യൂസിന്റെ പിന്നാലെയാണ്. എന്ത് ന്യൂസിന്റെ? ഇന്നത്തെ പല ചെറുപ്പക്കാരും മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോവുകയാണ്. ഇത് അവസാനം കൊലപാതകത്തിൽ വരെ എത്തിച്ചേരാറുണ്ട്. അതിപ്പോ നിനക്കെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എന്തായാലും ഇതിന്റെ പിറകെയാണ്. ഇതിനെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ചാനലിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ, അത് നല്ല കാര്യം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. കേരളം മയക്കുമരുന്ന് വലയിൽ. ചെറുപ്പക്കാരിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നു. സ്കൂൾ പരിസരങ്ങളിലും കോളേജ് പരിസരങ്ങളിലും മുട്ടായി പോലെ മയക്കുമരുന്ന് സുലഭമായി കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉറവിടം തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണം ഇവിടെ തുടങ്ങുന്നു. ക്രൈം പോയിന്റ്. ഇപ്പോൾ സ്കൂളിലും കോളേജിലുമാണ് കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഞാൻ കേട്ടിടത്തോളം ഇത് സ്കൂളിലും അതുപോലെ കോളേജുകളിലും എല്ലായിടത്തും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ ഡ്രൈവർമാരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു പോലീസുകാരനാണ്. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പിടിക്കപ്പെടുന്നതും
നാട്ടിലൊക്കെ ചർച്ചയാവുന്നതും സ്കൂൾ കോളേജ് കുട്ടികളുടെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോലീസ് എന്നുള്ള നിലയിൽ കേരളത്തിലെ മറ്റെല്ലാ പോലീസും ഇതിനെ വളരെ ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് പറ്റി ഡോക്ടറെ? തന്നെ സഹായിക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് എന്നിട്ടെന്താ അവിടെ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ബോധം വരുന്ന ഹോസ്പിറ്റലില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റക്ക് പോകാമോ? ആ പോലീസുകാരെ വിവരം അറിയിച്ചാൽ പോരെ? അത് മതിയായിരുന്നു. അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ കടമ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം നിങ്ങളുടെ സഹായത്തോടെ എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലുണ്ട്. സാറിനെ പോലുള്ളവരുണ്ടായാൽ മാത്രമേ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. സാറ് തന്ന ധൈര്യവും സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചത്. അതിന് നിങ്ങളോടൊക്കെ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതിന് ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. കൂടുതൽ വാർത്തകളിലേക്ക്. യുവതീ യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായി കണ്ടെത്തിയതിനാൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് എബ്രഹാം തോമസിന്റെ ആവശ്യപ്രകാരമാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന് സഹായിച്ച ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ മനുരാജ്, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവർ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റി. വനജ, ഗീത വരാറായോ? ആ ചേച്ചി, നാളെ ശിക്ഷയുടെ കാലാവധി തീരും. എന്നാലും നമ്മളെ ഗീതക്ക് ഇത്രയും ഗതി വന്നല്ലോ. ഇപ്പൊ ചേച്ചിയുടെ മോൻ എങ്ങനെയുണ്ട്? ഇപ്പൊ ആള് ഉഷാറാണ്. ഇടയ്ക്ക് ഇരുന്ന് കരയും. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഗീതേനെ കാണാൻ ഞാനും വരുന്നുണ്ട്. ആ ചേച്ചി ഒരു കാര്യം ചെയ്യേ, നാളെ ഗീതയുടെ വീട്ടിലേക്ക് പോരെ. പിന്നെ ഗീതയുടെ ജയിൽവാസം ഇന്ന് കഴിയും. പഴയതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നല്ലൊരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഞാനിനി പഴയതുപോലെയൊന്നും ആവില്ല സാറേ. പുതിയൊരു ജീവിതം തന്ന സാറിനോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. നാളെയല്ലേ ഗീതേച്ചി ജയിലിൽ വരുന്നത്? അമ്മ എന്തായാലും പോണോട്ടോ കൂട്ടാൻ. ഞാൻ പോകുന്നുണ്ട്. വേറെ ആരാ പോകാനുള്ളത്? അവാർഡ് ഫംഗ്ഷൻ നീയും കൂടി വരേണ്ടതായിരുന്നു. രാഷ്ട്രപതികൾക്ക് അവാർഡ് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്തു. അത് സാരമില്ല, എൻ്റെ മനസ്സെന്നും നിങ്ങളുടെ കൂടെ ഇല്ലേ. എങ്ങോട്ടാ? ഞാൻ പണിക്ക് പോവാം. നീ ഡീസന്റ് ആയോ? പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ ഡീസൽ ആകത്തെ? എന്നാ ഞാനും വരട്ടെ എൻ്റെ കൂടെ. മോഹനേട്ടൻ മരിച്ചതിൽ പിന്നെ പ്രേമേച്ചിയാണ് ഈ വീട് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത്. നമുക്ക് നാളെ രാവിലെ ബലിയിടാൻ പോവണം.
ആ സജി എന്തല്ല പഠിക്കുന്നു പോയില്ലേ? പോയില്ല. അന്ന് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? അയ്യോ എന്റെ പൊന്നോ, ഒന്ന് അടിച്ചതിന്റെ തന്നെ ഓർക്കാൻ പറ്റും. ഞാൻ ഇവിടെ പൈസ വെച്ചിരുന്നല്ലോ, ഇത് കാണാനില്ലല്ലോ. അയ്യോ എന്റെ പൈസ അത് കാലമടം കൊണ്ടുപോയെന്ന് തോന്നുന്നു. അവനൊന്നും കൊണ്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ പൈസ കൊണ്ടുപോയി. എന്റെ ശ്രീദേവി കൊച്ചോ? എടാ നീ എന്റെ അലമാരന്ന് പൈസ എടുത്തോ? പൈസ ഞാൻ എടാ കാലമട, ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് വെച്ച പൈസയാണത്. അമ്മയുടെ പൈസ എന്ന് പറഞ്ഞാൽ എന്റെ പൈസ. എന്റെ സന്തോഷമാണ് അമ്മേന്റെ സന്തോഷം, അല്ല അമ്മ? എടാ ദ്രോഹി. അതാണ് പറയുന്നത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.